ഹലോ മൈ ഡിയേഴ്സ്, ഗുഡ് ഈവനിങ്. ഇന്നത്തേതൊരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. നമ്മൾ കുറച്ച് ദിവസമായി റീഡിങ്സ് ഒക്കെ ചെയ്തിട്ട് പനിയൊക്കെ ആയിരുന്നു. എല്ലാവരും സേഫായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നിങ്ങൾക്കൊരു വ്യക്തി ഇപ്പോൾ മനസ്സിൽ ആലോചിക്കാം. ആ ഒരു വ്യക്തിയുടെ മുഖം, ആ ഒരു വ്യക്തിയുടെ പേര് ഒക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെയും കറണ്ട് ഫീലിങ്സ് എന്താണ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഉള്ളിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്, ഉടനെ തന്നെ അതിലെന്ത് ഷിഫ്റ്റാണ് വരാൻ പോകുന്നത്, എന്ത് എനർജിയാണ് നിങ്ങളുടെ റിലേഷനെ അഫക്റ്റ് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന ഒരു മെസ്സേജ് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്താണ്, നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള ഒരു കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് ടാരോയുടെ ചോയ്സ് നോക്കാം. എന്താണ് നിങ്ങൾക്ക് ടാരോയിലൂടെ തരുന്ന മറുപടി? ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. എൻ്റെ ഓഡിയൻസിൻ്റെ, എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എനർജി ടാപ്പ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു റീഡിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുന്നത്. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും റെസനേറ്റ് ആവണം എന്നില്ല. നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കുക. അപ്പോൾ നമുക്ക് ടാരോയോട് ചോദിച്ച് നോക്കാം. നിങ്ങളുടെ വ്യക്തിയുടെയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് റീഡിംഗ് എന്താണ്? നിങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സിലുള്ള ഇപ്പോഴത്തെ കറണ്ട് ഫീലിങ്സ് എന്താണ്? ഭാവിയിൽ തന്നെ നിങ്ങൾക്ക് വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്നൊക്കെ നോക്കാം. സോ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയുമായുള്ള കറണ്ട് ഫീലിംഗ് എന്താണ്? നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയോടുള്ള കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാം. കാർഡ് നമ്പർ 1. ആ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോടുള്ള കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാം. ആ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോടുള്ള കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാം. കാർഡ് നമ്പർ 2. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഉള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഉള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഉള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ നിങ്ങളിൽ ഉടനെ വരാൻ പോകുന്ന ഒരു മാറ്റം എന്താണെന്ന് നോക്കാം. നിങ്ങളിൽ ഉടനെ വരാൻ പോകുന്ന ഒരു മാറ്റം എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തിയിൽ ഉടനെ വരാൻ പോകുന്ന ഒരു മാറ്റം എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തിയിൽ ഉടനെ വരാൻ പോകുന്ന മാറ്റം. നിങ്ങളുടെ ബന്ധത്തെ ഉടനെ തന്നെ എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള എനർജി എന്താണെന്ന് നോക്കാം. എന്ത് എനർജി ഷിഫ്റ്റാണ് വരാൻ പോകുന്നത്? എന്ത് എനർജിയാണ് നിങ്ങളെ ഉടനെ തന്നെ എഫക്റ്റ് ചെയ്യാൻ പോകുന്നത് നോക്കാം. യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഈ ഒരു സമയം നിങ്ങൾ അറിയേണ്ട കാര്യം എന്താണ്? ഈ ഒരു ബന്ധവുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യമാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജ്? ഓക്കെ, സോ നമുക്ക് കാർഡ്സ് ഒന്ന് റിവീൽ ചെയ്ത് നോക്കാം. എന്താണ് നിങ്ങൾക്കുള്ള ഒരു കറണ്ട് ഫീലിംഗ്? കാർഡ് നമ്പർ 1 8 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ആ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഉള്ള കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാം. നിങ്ങളോട് എംപ്രസ് ആണ്. ആൻഡ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഉള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഓക്കെ, നിങ്ങളിൽ ഉടനെ വരാൻ സാധ്യതയുള്ളൊരു ഷിഫ്റ്റ് എന്താണെന്ന് നോക്കാം. 7 ഓഫ് കപ്സ് ആണ്. ആ ഒരു വ്യക്തിയിലുടനെ വരാൻ പോകുന്നൊരു എനർജി ഷിഫ്റ്റ് ക്യൂൻ ഓഫ് സോട്ട്സ് ആണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളൊരു എനർജി എന്ന് പറയുന്നത് 3 ഓഫ് വോൺസ് ആണ്. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് ഉള്ള മെസ്സേജസ് ദ ടെമ്പറൻസ് എന്ന് പറയുന്ന കാർഡാണ്. ആൻഡ് നിങ്ങളുടെ ബോട്ടം ഓഫ് ദി ഡെക്ക്. ആൻഡ് നിങ്ങളുടെ ബോട്ടം ഓഫ് ദി ഡെക്ക് എന്ന് പറയുന്നത് പേജ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്ന ഈ ഒരു കാർഡാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ നിങ്ങളുടെ ബോട്ടം ഓഫ് ദി ഡെക്ക് പറയുന്നത് ഈ ഒരു കണക്ഷൻ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു സമയമായി, നെക്സ്റ്റ് ലെവലിലേക്ക് ഈ ഒരു റിലേഷൻ പോകേണ്ട ഒരു സമയമായി എന്നുള്ളതാണ്. നിങ്ങൾ ഇവിടെ കുറച്ചൊരു ഗ്രോത്തിനെ ആഗ്രഹിക്കുന്നുണ്ട്, കുറച്ചുകൂടി വളരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട്. ഓക്കെ, അതായത് ഒരു കാലഘട്ടം ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കഴിഞ്ഞിട്ടുണ്ട്, നെക്സ്റ്റ് ലെവലിലേക്ക് നിങ്ങൾ പോവുകയാണ്. സോ അങ്ങനെ പോകുമ്പോൾ അവിടെ നിങ്ങൾക്കത് വർത്തിയാണെന്ന് തോന്നുവാണെങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾ അതുമായിട്ട് മുന്നോട്ട് പോവുക. ഓക്കെ, ചില പുതിയ പുതിയ പാഠങ്ങളൊക്കെ നിങ്ങൾ പഠിക്കാൻ വേണ്ടി പോകുമായിരിക്കും ഈ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട്. മാത്രമല്ല നിങ്ങൾ നിങ്ങളുടെ വില മനസ്സിലാക്കുന്ന ഒരു ടൈം കൂടിയായിരിക്കും. നന്നായിട്ട് കമ്മ്യൂണിക്കേഷൻ വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സമയമായിരിക്കും. അതുപോലെ ഒരു പൊട്ടൻഷ്യൽ ഗ്രോത്താണ് ഇതിനകത്ത് കാണിക്കുന്നത്. ആക്ച്വലി ഈ ഒരു ഗ്രോത്ത് ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകാൻ കാരണം നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഓൾറെഡി നിങ്ങളുടെ കാർഡ്സ് കാണുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാവുന്നത്. ഓൾറെഡി എഫേർട്ട് ഇട്ടിട്ടുണ്ട്. സോ അതിനൊരു നെക്സ്റ്റ് ലെവലിലേക്ക് പോയില്ലെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോകാനുള്ള ചാൻസുകൾ വളരെയധികം കുറവാണ്. അതിന് നിങ്ങളുടെ കറണ്ട് ഫീലിംഗ് നോക്കുവാണെങ്കിൽ 8 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു കാർഡാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതെന്ന് പറഞ്ഞാൽ സോ ഇവിടെ പറയുന്നത് ആക്ച്വലി നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് വളരെയധികം സീരിയസ് ആയിട്ട് കണ്ടിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം ഇത്. അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ടൈം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, എഫേർട്ട് കൊടുത്തിട്ടുണ്ട്, ഒരുപാട് ഹാർഡ് വർക്ക് നിങ്ങൾ കൊടുത്തിട്ടുണ്ട്.
സോ നിങ്ങൾ ഒരുപാട് പ്രാക്ടിക്കൽ തിങ്സ് ചെയ്തിട്ടുണ്ട്, ഇത് വർക്കാവാൻ വേണ്ടിയിട്ട് നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന രീതിയിലൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു ഫാൻറ്റസി വേൾഡിലൊന്നുമല്ല, ശരിക്കും റിയൽ ലൈഫിൽ എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാമോ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ, അവർക്ക് നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ വേണ്ടി, അങ്ങനെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോഴും ഗ്രോത്തിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, സംതിങ് റിയൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം ഈ റിലേഷൻഷിപ്പിൽ വേണം, ഒരു അടിത്തറ വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇതിലൊരു ഹോപ്പാണ് നിങ്ങളുടെ ഭാഗത്ത് സ്റ്റിൽ ഇപ്പോഴും കാണുന്നത്. എന്നാലും നിങ്ങൾ റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചെയ്ത് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ വർക്കിലേക്ക് പോലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കും. നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ പോലും നിങ്ങൾ എന്താ പറയുക, സ്ഥലകാലബോധമില്ലാന്ന് നമ്മൾ പറയില്ലേ, അതുപോലെ നമ്മൾ ഈ ഒരു കാര്യം തന്നെയായിരിക്കും നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുക. സോ ആ ഒരു വ്യക്തിയുടെ കറണ്ട് ഫീലിംഗ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി നല്ല ഒരു കാർഡാണ് വന്നിട്ടുള്ളത്. അതായത് ഈ ഒരു വ്യക്തി സ്റ്റിൽ അവരെ നർച്ചർ ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ പരിപാലിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളെ കാണുന്നത്. മേ ബി നിങ്ങളായിരിക്കും ആ ഒരു വ്യക്തിയുടെ പല കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്. ഓക്കെ, നിങ്ങൾ സ്റ്റിൽ വളരെ അട്രാക്റ്റീവായിട്ട് നിങ്ങൾ കപ്പാസിറ്റി ഉള്ള ഒരാളായിട്ട് തന്നെയാണ് ഈ ഒരു വ്യക്തി കാണുന്നത്. ഒരു ലോങ് ടേം പൊട്ടൻഷ്യൽ ഉണ്ട്, ഇതിങ്ങനെ മുന്നോട്ട് പോകും എന്ന് തന്നെ അവർ പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കും. സോ ഇവിടെ കുറച്ച് മടുപ്പ് തോന്നുന്ന നിങ്ങളുടെ എനർജിയാണ്. ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു രീതിയിലേക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് എത്താതെ നിങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടാവും. പക്ഷേ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഒരു കംഫർട്ടിലാണ് ജീവിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഭയങ്കര കംഫർട്ടബിൾ ആക്കി കൊടുക്കുന്നുണ്ട് ആളെ, ഇമോഷണലി ആണെങ്കിലും ശരി അങ്ങനെ അല്ലാതെങ്കിലും ശരി, കുറച്ച് കംഫർട്ടബിൾ ആക്കിയ ആളെ കൊടുക്കുന്നത് കൊണ്ട് തന്നെ ആൾക്കൊരു കംഫർട്ട് സോണാണ് നിങ്ങൾ. സോ അങ്ങനെയാണ് നിങ്ങളെ സ്റ്റിൽ ഇപ്പോഴും കാണുന്നത് ആൻഡ് വാല്യൂ തരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു കാർഡ് പറയുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഉള്ളിൽ നടക്കുന്നതെന്ന് പറഞ്ഞാൽ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഓക്കെ, കുറച്ച് സ്ലോ കാർഡാണ് കേട്ടോ. അതായത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ അത്ര സ്റ്റഡി ആയിട്ട് വരുന്നില്ല എന്നുള്ളതാണ്. ഒരു ഡ്രാമാറ്റിക് റൊമാൻസ് ഒന്നുമല്ല, പക്ഷേ റൊമാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷേ അത്ര ആക്ഷനിലൂടെ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഓക്കെ, ഈ ഒരു റിലേഷൻഷിപ്പ് കുറച്ചുകൂടി മുന്നോട്ട് പോകണമെങ്കിൽ, അതായത് ഇപ്പോഴത്തെ ഒരു ലെവൽ വെച്ച് ഇപ്പോഴത്തെ ഒരു നിങ്ങളെ അഫക്റ്റ് ചെയ്യുന്നൊരു എനർജി വെച്ചിട്ട് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ ക്ഷമ കാണിക്കേണ്ടി വരും, കുറേ കൺസിസ്റ്റൻസി ഇതിനകത്ത് വേണം. ഞാൻ പറഞ്ഞില്ല, വീണ്ടും വീണ്ടും എഫോർട്ട് എടുക്കുക എന്നുള്ള ഒരു കാര്യം ഇങ്ങനെ വരും. സോ അത് നിങ്ങൾക്കൊരു റെപ്പറ്റേറ്റീവ് ടാസ്ക് ആയിട്ട് ഇങ്ങനെ മാറുന്നുണ്ടായിരിക്കും. സോ പ്രാക്ടിക്കലി അതിന് പ്രോഗ്രസ് വരണം എന്നുണ്ടെങ്കിൽ കുറേ ക്ഷമിക്കേണ്ടതായിട്ടുണ്ട് ഒരു റിലേഷൻഷിപ്പ്. പതുക്കെ ആയിരിക്കും ഈ ഒരു എനർജി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആൻഡ് നിങ്ങളിൽ വരാൻ പോകുന്ന ഒരു മാറ്റം എന്ന് ചോദിച്ചപ്പോൾ 7 ഓഫ് കപ്സ് ആണ്. അതായത് നിങ്ങൾ ഉടനെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്ത് നിർത്താനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, കുറച്ചുകൂടി സ്ട്രാറ്റജിക് ആവാൻ ചാൻസ് ഉണ്ട്. കുറച്ചുകൂടി നിങ്ങൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഒരുപാട് മെൻ്റലി ഇതിലേക്ക് ഇൻവോൾവ് ആവാതെ കുറച്ച് പ്രൊട്ടക്റ്റീവായിട്ട് നിങ്ങൾ നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, നിങ്ങളിപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ ഒരുപാട് മാനസികമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ അതൊക്കെ നിങ്ങൾ നിർത്തും. അതുപോലെ തന്നെ നിങ്ങളുടെ ചില തോട്ട്സിനൊക്കെ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങും. നിങ്ങൾക്ക് ബൗണ്ടറീസ് വരാൻ തുടങ്ങും. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് ട്രസ്റ്റ് കൊടുക്കാൻ പറ്റുന്ന എവിടെയാണോ അവിടെയായിരിക്കും നിങ്ങൾ ഇനി കൂടുതലായിട്ടും വിശ്വാസം അർപ്പിക്കുക, കാര്യങ്ങൾ ചെയ്യുകയൊക്കെ. അല്ലാതെ ഇതിലേക്കൊന്നും ഒരുപാട് കാര്യങ്ങൾ കൊടുക്കാൻ ചാൻസ് ഇല്ല. കാരണം നിങ്ങൾ ഒത്തിരി കൊടുത്തിട്ട് നിങ്ങൾ എംപ്റ്റി ആയി പോയ പോലെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. സോ അത് നിങ്ങളെ ബോറടിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അവരിൽ വരാനുള്ള ഒരു മാറ്റം നോക്കിയപ്പം ക്യൂൻ ഓഫ് സോർട്സ് എന്ന് പറയുന്ന കാർഡ് കിട്ടിയിട്ടുണ്ട്. സോ ഇവർക്ക് കുറച്ചുകൂടി ബുദ്ധി തെളിയാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതായത് കുറച്ചുകൂടി ഒരു പ്രാക്ടിക്കലി ചിന്തിക്കാനായിട്ടും അല്ലെങ്കിൽ ഈ ഇമോഷണലി അല്ലാതെ കുറച്ചുകൂടി ഇൻ്റലിജൻ്റ് ആയിട്ട് ചിന്തിക്കാനൊക്കെ ഉള്ളൊരു ടൈം വരുന്നുണ്ട്. സോ അവർക്ക് കൺഫ്യൂഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. ഓക്കെ, സോ അവർക്ക് കൂടുതലും ക്ലാരിറ്റി കിട്ടാനുള്ള ചാൻസാണ് കൂടുതൽ. കൂടുതൽ ക്ലാരിറ്റിയോടുകൂടി കാര്യങ്ങൾ ചിന്തിക്കാനും അല്ലെങ്കിൽ നിങ്ങളുടെ പൊസിഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ മനസ്സിലാക്കാനും ഒക്കെ ഉള്ളൊരു ചാൻസാണ് കൂടുതലുള്ളത് കേട്ടോ. സോ അവർ കുറച്ചുകൂടി ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങളോട് കൂടുതലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മനസ്സിലുള്ളതൊക്കെ തോർത്ത് പറയാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ എല്ലാം ഒളിച്ചു വെക്കുന്ന ടൈപ്പ് ഒരു ആളാണെങ്കിൽ കുറച്ചുകൂടി ഓപ്പൺ ആവാനുള്ള ഒരു ഇതുണ്ട്. കാരണം നിങ്ങളെ ഏകദേശം അവർ മനസ്സിലാക്കാൻ പോവാണ്. ഓക്കെ, ആൻഡ് ഈ റിലേഷൻഷിപ്പിനെ അഫക്റ്റ് ചെയ്യാനുള്ള ഒരു എനർജി, ചാൻസ് ഉള്ള ഒരു എനർജി നോക്കിയപ്പോൾ ദ 3 ഓഫ് വോൺസ് കിട്ടിയിട്ടുണ്ട്. സോ ഒരു എക്സ്പാൻഷൻ തന്നെയാണ് കാണിക്കുന്നത്. അതായത് നിങ്ങളിപ്പോൾ മടുത്തുവെങ്കിൽ ആ ഒരു വ്യക്തി അത് മനസ്സിലാക്കി ക്യൂൻ ഓഫ് സോർട്സിൻ്റെ എനർജിയിലേക്ക് വരുമ്പോൾ ഈ ഒരു എക്സ്പാൻഷൻ കാർഡ് വരും.
അതായത് നിങ്ങളുടെ ഫ്യൂച്ചർ ഒരുമിച്ച് ബിൽഡ് ചെയ്യാനായിട്ട് നിങ്ങളുടെ പുതിയ പോസിബിലിറ്റീസ്, നിങ്ങൾ കുറച്ച് പ്ലാൻ കാണും. ചിലപ്പോൾ വീട് വെക്കാനുള്ളൊരു പ്ലാൻ ആയിരിക്കാം, ഒരു ട്രാവലിംഗ് പ്ലാൻ ആയിരിക്കാം, മനസ്സിലായോ? എങ്ങോട്ടെങ്കിലും യാത്ര, ജോലിയുടെ സംബന്ധമായിട്ടൊക്കെ ഒരു എക്സ്പാൻഷൻ, ഒരു പ്രോഗ്രസ് ആണ് കാണിക്കുന്നത്. സോ ഈ ഒരു എനർജിയിലേക്ക് നിങ്ങൾ എൻ്റർ ചെയ്യുന്ന ഒരു സമയത്ത് കുറച്ചുകൂടി പ്രോഗ്രസീവായിട്ട് നിങ്ങൾ രണ്ടുപേരും ചിന്തിക്കാൻ തുടങ്ങും. ഒരുമിച്ച് നിന്ന് അറ്റൈൻ ചെയ്യേണ്ട ഒരു ഗോളിൻ്റെ സാധ്യതയുണ്ട്. ഓക്കെ, സോ ചിലപ്പോൾ നിങ്ങൾക്കൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലേക്ക് അല്ലെങ്കിൽ കുറച്ച് നിങ്ങൾ തമ്മിൽ ഒരു ഗ്യാപ്പ് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതായത് ഫിസിക്കൽ ഗ്യാപ്സ് കേട്ടോ, അങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട്. ഫ്യൂച്ചർ പ്ലാനിങ്സ് വരാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് ഇതിനകത്തൊരു ഷെയ്ഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊരു വ്യക്തിയുടെ ഇൻ്റർഫിയറൻസ് വരാനുള്ള സാധ്യതയും ഈ ഒരു കാർഡ് പറയും. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത്യാവശ്യമുള്ളൊരു മെസ്സേജാണ്. ദ ടെമ്പറൻസ് എന്ന് പറയുന്ന ഒരു കാർഡാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഒരു പവർഫുൾ മെസ്സേജാണ്. ഇപ്പോൾ നിങ്ങളോട് പ്രപഞ്ചം ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ ലൈഫിലൊരു ബാലൻസ് കൊണ്ടുവരാൻ, ക്ഷമ കൊണ്ടുവരാൻ, മിതത്വം പാലിക്കാനൊക്കെയാണ് പറയുന്നത്. മേ ബി നിങ്ങൾ ഒരുപാട് ഓവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഏരിയകൾ ചില വ്യക്തികൾക്ക് വേണ്ടിയിട്ടായിരിക്കാം, ഫിസിക്കലി ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും, ഒക്കെ ഓവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളതൊക്കെ ഒന്ന് മോഡറേറ്റ് ആക്കുക, ഒന്ന് മിതത്വം പാലിക്കുക എല്ലാ കാര്യങ്ങളും. ഓക്കെ, എല്ലാ കാര്യങ്ങൾക്കും ഒരു ഡിവൈൻ ടൈമിംഗ് ഉണ്ട്. പ്രപഞ്ചം തീരുമാനിച്ചിരിക്കുന്നൊരു സമയമുണ്ട്. ആ ഒരു സമയത്തിൽ നിങ്ങൾ വിശ്വസിക്കുക എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്കുള്ളിൽ ഇപ്പോഴും ഹീലിംഗ് നടക്കേണ്ട ഒരു സമയമാണ്. നിങ്ങളിൽ കുറച്ച് വേദനകൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് ട്രോമാസ് നിങ്ങളുള്ളിൽ കിടപ്പുണ്ടായിരിക്കും. അതൊക്കെ ഹീൽ ചെയ്യേണ്ട ഒരു ടൈമാണ്. ഓക്കെ, ചിലപ്പോൾ നിങ്ങളത് ഈവൻ തിരിച്ചറിയുന്ന പോലും ഉണ്ടാവില്ല. സ്റ്റിൽ ഇപ്പോഴും നിങ്ങൾക്കുള്ളിൽ ആ ഒരു ഫീലിംഗ് ഉണ്ടെന്നുള്ള കാര്യം അറിയുന്നുണ്ടാവില്ല. അത് നിങ്ങൾ കണ്ടെത്തേണ്ട ഒരു സമയം കൂടിയാണ്. ഒരിക്കലും നിങ്ങൾ ഒരു റിസൾട്ടിന് വേണ്ടി ഫോഴ്സ് ചെയ്യരുത്. അത് താനേ വരേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു ഡിവൈൻ ടൈമിങ്ങിൽ നിങ്ങൾ വിശ്വസിക്കുക. ഓക്കെ, ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിലും ശരി, ഈ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഞാൻ പറയുന്ന മനസ്സിലാക്കിയേ പറ്റൂ, അല്ലെങ്കിൽ എന്നെ മനസ്സിലാക്കിയേ പറ്റൂ എന്ന് നിങ്ങൾ നിരന്തരമായിട്ട് ചിന്തിക്കാതെ അതിന് ഡെവലപ്പ് ചെയ്യാൻ നാച്ചുറൽ ആയിട്ടുള്ള സമയം കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ കൺട്രോൾ അല്ല വേണ്ടത്. നമ്മൾ ഒരാളെ കൺട്രോൾ ചെയ്യുന്നതിന് പകരം, അല്ലെങ്കിൽ അയാൾ നമ്മളെ മനസ്സിലാക്കണം, അല്ലെങ്കിൽ അയാളുടെ ഫീലിങ്സ് നമുക്ക് അനുകൂലമായിരിക്കണം ചിന്തിക്കുന്നതിന് പകരം ഒരു ഹാർമണിയാണ് ഇവിടെ വേണ്ടത് കേട്ടോ. സോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ശരിയായിട്ടുള്ള സമയത്ത് നിങ്ങളിൽ എത്തിച്ചേരും എന്നുള്ളതാണ് യൂണിവേഴ്സ് തരുന്ന ഒരു മെസ്സേജാണ്. ക്ഷമ അതായിരിക്കണം നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത്. ഓക്കെ, സോ അതുകൊണ്ടാണ് നിങ്ങൾ പല കാര്യങ്ങളും ഇനി ഈ ഒരു ബന്ധവുമായി ബന്ധപ്പെട്ട് നേടാൻ പോകുന്നത്. ഓക്കെ, ചില സമയങ്ങളിൽ നിങ്ങൾ വളരെയധികം സൈലൻ്റ് ആയിട്ട് ഇരിക്കേണ്ട വരും. മേ ബി അതായിരിക്കാം നിങ്ങളുടെ ഒരു വെപ്പൺ എന്ന് പറയുന്നത്, സൈലൻസ്. ആ ഒരു സൈലൻസ് ആയിരിക്കണം നിങ്ങളുടെ വെപ്പൺ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് അടുത്ത റീഡിങ്ങുമായിട്ട് കാണാം.